ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 20, വിശുദ്ധ ആഗ്നസ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒട്ടേറെ അത്ഭുത പ്രവർത്തികൾ വഴി വിശ്വാസികളുടെ മനസ്സ് കീഴടക്കി വിശുദ്ധയായിരുന്നു വിശുദ്ധ ആഗ്നസ്. ഡൊമിനിക്കൻ കന്യാസ്ത്രീയായിരുന്നു ഇവർ. ഒരു സമ്പന്ന കുടുംബത്തിലാണ് ആഗ്നസ് ജനിച്ചത്. 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ ആഗ്നസ് തനിക്കൊരു കന്യാസ്ത്രീയാകണമെന്ന് പറഞ്ഞ് വീട്ടുകാരെ നിർബന്ധിച്ചു തുടങ്ങി. 9-ാം വയസ്സിൽ അവൾ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു. ആഗ്നസിന്റെ വിശുദ്ധ ജീവിതം മറ്റു പല പെൺകുട്ടികളെയും ആകർഷിച്ചു. അവരെല്ലാം ആഗ്നസിന്റെ പാത പിന്തുടർന്ന് കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു. വെറും 15 വയസ്സ് പ്രായമുള്ളപ്പോൾ മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദം വാങ്ങി കന്യാസ്ത്രീയായി. ഒരു പാറക്കല്ല് തലയണയാക്കി അവൾ നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. 15 വർഷം അപ്പവും വെള്ളവും മാത്രമേ അവൾ ഭക്ഷിച്ചുള്ളൂ. ആഗ്നസിന്റെ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകൾ നിലവിലുണ്ട്. ആഗ്നസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ശരീരം ഭൂമിയിൽ നിന്ന് 2 അടി ഉയർന്നു നിൽക്കുമായിരുന്നത്രേ. പലതവണ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനം അവൾക്കുണ്ടായി. ഒരു ദിവസം അവൾക്കൊരു മാലാഖ പ്രത്യക്ഷയായി. വിശുദ്ധ കുർബാന മാലാഖ അവളുടെ നാവിൽ വെച്ചു കൊടുത്തു. ആഗ്നസ് പ്രാർത്ഥിക്കുമ്പോൾ ലില്ലിപ്പൂക്കൾ വർഷിക്കപ്പെടുമായിരുന്നുവെന്നും വിശ്വാസമുണ്ട്. ഒരു ദിവസം വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയ ഒരു പിഞ്ചു കുഞ്ഞിനെ ആഗ്നസ് ഉയർപ്പിക്കുകയും ചെയ്തു. ആഗ്നസ് രോഗത്തിന്റെ തീവ്രതയിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റു രോഗികളെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. 1317 ഏപ്രിൽ 20 ജന്മനാടായ മോന്റെ പൂൾസിയാനോയിലെ കോൺവെന്റിൽ വെച്ച് ആഗ്നസ് മരിച്ചു. മരണശേഷവും ഒട്ടേറെ അത്ഭുതങ്ങൾ ആഗ്നസിന്റെ നാമത്തിൽ സംഭവിച്ചു. ആ വിശുദ്ധയുടെ മൃതശരീരം കേടുപാടുകളൊന്നും കൂടാതെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. 1534 ആഗ്നസിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നീ ദിവസം എല്ലാ വീട്ടുജോലിക്കാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.